ബിസിനസ് പ്രൊഫഷണൽ സ്കിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. First of all, we discuss artificial intelligence. Artificial intelligence is the ability of a machine or computer to perform those tasks which needs human intelligence. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഷീൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ എബിലിറ്റി ആണെന്ന് പറയുന്നുണ്ട്. എന്തിനുള്ള എബിലിറ്റിയാണ്? ടു പെർഫോം ദോസ് ടാസ്ക് വിച്ച് നീഡ്സ് ഹ്യൂമൻ ഇൻ്റലിജൻസ്. ഏതെങ്കിലും ഒരു ടാസ്ക് ഹ്യൂമൻ ഇൻ്റലിജൻസ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ടാസ്ക് ചെയ്യാനുള്ള കമ്പ്യൂട്ടറിൻ്റെ എബിലിറ്റിയെ നമുക്കെന്ത് പറയാം? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദി ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ഫോർ മെഷീൻസ്. ഇറ്റ് ഈസ് നോട്ട് എ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ബട്ട് സെർവ് ആസ് എ സപ്പോർട്ടിംഗ് ടൂൾ. ഇപ്പം എന്താ പറയുന്നുണ്ട്, ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് കവർ ചെയ്യാൻ മാത്രമൊന്നും എന്തില്ല, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടൂളായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ കമ്പ്യൂട്ടേഴ്സ് ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ്, അഡ്ജസ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻസ് ആൻഡ് പെർഫോം ഹ്യൂമൻ ലൈക്ക് ടാസ്ക്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടേഴ്സിനെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് വെച്ചാൽ, ഡിഫറെൻ്റ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഒരു പുതിയ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്ത് ചെയ്യുക, ഒരു ഹ്യൂമൻ ചെയ്യുന്ന രീതിയിൽ ചെയ്യിക്കുക. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ ലെവലാക്കി എടുക്കുന്നതെന്ന് പറയുന്നു. Intelligent agent in artificial intelligence. An intelligent agent is a computer program or robot capable to act intelligently on behalf of a user. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഏജൻറ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് അല്ലെങ്കിൽ എന്താണ്, റോബോട്ടാണെന്ന് പറയുന്നുണ്ട്. ഒരു യൂസർക്ക് പകരമായിട്ട് അല്ലെങ്കിൽ യൂസർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏജൻ്റ് ആണ് എന്ത് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഈസ് എ റോബോട്ട് ഓർ പ്രോഗ്രാം വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദാറ്റ് ക്യാൻ മേക്ക് ഡിസിഷൻസ് ഓർ പെർഫോം എ സർവീസ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്, യൂസർ ഇൻപുട്സ് ആൻഡ് അവൈലബിൾ ഇൻഫോർമേഷൻസ്. ഇപ്പോൾ ഒരു ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ റോബോട്ടായിരിക്കാം അല്ലെങ്കിൽ പ്രോഗ്രാം ആയിരിക്കാം. ഈ പ്രോഗ്രാമിൽ എന്തുണ്ടായിരിക്കും, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കാം. ഇതുകൊണ്ട് ഒരു പല രീതിയിലുള്ള ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആര് ചെയ്യും, ഈ റോബോട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്തിൻ്റെ ബേസിലാണ്? ഓൺ എക്സ്പീരിയൻസ്, അതിന് കൊടുത്തുള്ള എക്സ്പീരിയൻസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ അതിന് കൊടുത്തുള്ള ഇൻപുട്സിൻ്റെ ബേസിൽ അല്ലെങ്കിൽ അത് അവൈലബിൾ ആയിട്ട് ഇൻഫോർമേഷൻ്റെ ബേസിലേക്കായിരിക്കും ഇത് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം, ഗൂഗിൾ അസിസ്റ്റൻറ്റ്. ഹേ ഗൂഗിൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗൂഗിൾ അസിസ്റ്റൻറ്റ്. നമ്മൾ ജസ്റ്റ് വോയിസ് കൊടുത്താൽ തന്നെ എന്താ ഉണ്ടായിരിക്കും, അതുപോലെ ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഫോണിലൊക്കെ എപ്പോഴും കാണുന്നതാണ് ഈ ഒരു ഫെസിലിറ്റി. അതായത് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് പെർഫോം ചെയ്യും. രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നത് എ ചാറ്റ് ബോട്ട് വിച്ച് ആക്ട് ആസ് എ കസ്റ്റമർ എക്സിക്യൂട്ടീവ് ടു പ്രൊവൈഡ് ടെക്സ്റ്റ് ആൻഡ് വോയിസ് സപ്പോർട്ട്. അപ്പോൾ അതിൽ കസ്റ്റമർ കെയർക്ക് ആയിരിക്കാം അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു റോബോട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിനോട് വേണ്ടി റിപ്ലൈ തരും, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടേഴ്സ് തരാറുണ്ട്. അതിനാണ് ചാറ്റ് ബോട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഇൻ ബിസിനസ്. Artificial intelligence is now widely used in business to make the job smarter and faster. അപ്പോൾ നമ്മളെ ബിസിനസ്സിൻ്റെ ജോബ് ഫാസ്റ്റ് ആക്കാനും സ്മാർട്ട് ആക്കാനും വേണ്ടിയിട്ട് എല്ലാ ഓർഗനൈസേഷനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദി ഫോളോയിങ് പർപ്പസസ് ഇൻ ബിസിനസ്. അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. ഓട്ടോമേറ്റിംഗ് ബിസിനസ് പ്രോസസ്സസ്, നമ്മളെ ബിസിനസ് എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാനുവലായി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ടാവും, അത് നമ്മൾ ഓട്ടോമേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് പറ്റുന്നുണ്ട്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുമെന്ന് പറയുന്നു. ഗെയിനിങ് ഇൻസൈറ്റ് ത്രൂ ഡാറ്റ അനാലിസിസ്. അപ്പോൾ നമ്മൾ ഡാറ്റ അനാലിസിസിൻ്റെ ഒരു ഇൻസൈറ്റ്, അതായത് ഇപ്പോൾ ഒരുപാട് എല്ലാ ഓർഗനൈസേഷനും എന്ത് ചെയ്യാറുണ്ട്, ഡാറ്റ അനാലിസിസ് നടത്താറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ആൻഡ് എൻഗേജിങ് വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് എംപ്ലോയീസ്. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ എന്താണ് എംപ്ലോയീസിനെയൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ യൂസ് ചെയ്യാം, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റോബോട്ടുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. It is the one of the most important tool used in electronic commerce.
Role of artificial intelligence and intelligent agent in e-business. First one is sales forecasting. It is used in analyzing huge volume of user data and to make sales forecast on the basis of this data. അപ്പോൾ നമ്മൾ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം ആളുകൾ നമ്മളെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡാറ്റ നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ, അല്ലെങ്കിൽ എന്താണ് ഇൻ്റലിജൻസ് ഏജൻസ് നമ്മളെ സഹായിക്കുന്നു. ദെൻ ചാറ്റ് ബോട്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ദേ ആർ റോബോട്ട്സ് ഓർ സോഫ്റ്റ്വെയർസ് കാപ്പബിൾ ടു കണ്ടക്ട് ടെക്സ്റ്റ് ഓർ വോയിസ് ചാറ്റ് ഓവർ ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ ബിസിനസ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് പ്രൊവൈഡ് ചെയ്യാൻ, അതുപോലെ തന്നെ കോളുകൾ അറ്റൻഡ് ചെയ്യാനൊക്കെ ആര് യൂസ് ചെയ്യും, ഈ ചാറ്റ് ബോട്ട്സ് പറ്റുന്നുണ്ട്. 24/7 ആയിരിക്കാം, കാരണം നമ്മളെപ്പോഴും അറിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. കാരണം നമ്മൾ ഓരോ ഡിഫറെൻറ്റ് കമ്പനികളിലേക്ക് വിളിക്കുമ്പോഴൊക്കെ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്തായിരിക്കും, അവിടുത്തെ കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. ഓക്കെ. ദെൻ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. Artificial intelligence is used to store and analyze customer data and helps business to maintain successful relationship with them for the purpose of റിപ്പീറ്റിംഗ് സെയിൽസ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, അതായത് നമ്മളെ കസ്റ്റമേഴ്സുമായിട്ട് നല്ല രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നു. എങ്ങനെയായിരിക്കും നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് പിന്നെ അത് സക്സസ്ഫുള്ളായ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മളെ അതിന് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, നമ്മൾ വീണ്ടും റിപ്പീറ്റ് സെയിൽസ്, അപ്പോൾ ഒരാൾ വാങ്ങിച്ച അയാളെ കൊണ്ട് വീണ്ടും വാങ്ങിപ്പിക്കാനുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആര് ചെയ്തു തരുന്നുണ്ട്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. Then personalized content, intelligence product recommendation. Artificial intelligence is used by e-commerce sites to collect and analyze customer interest and shopping behavior. എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് സൈറ്റുകളാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ നമ്മളെ കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ ഷോപ്പിംഗ് ബിഹേവിയർ എന്താണെന്നൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. This data is used to show content suitable to the customer and to make product recommendation based on previous search and purchase. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ദിസ് ഡാറ്റ യൂസ്ഡ് ടു ഷോ കണ്ടന്റ് സ്യൂട്ടബിൾ ടു കസ്റ്റമേഴ്സ് ആൻഡ് മേക്ക് പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ ബേസ്ഡ് ഓൺ പ്രീവിയസ് സെർച്ച് ആൻഡ് പർച്ചേസ്. അപ്പോൾ മുമ്പ് പർച്ചേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ സെർച്ച് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ്റെ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്യൂട്ടബിളായ കസ്റ്റമേഴ്സിന് ഇൻഫോർമേഷൻ കൊടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എ കസ്റ്റമർ ഫ്രീക്വൻ്റ്ലി ബൈ എ പെർട്ടിക്കുലർ ബ്രാൻഡ്, ദെൻ ദി സെല്ലർ കുഡ് സെൻഡ് ഹിം പേഴ്സണലൈസ്ഡ് ഓഫർ ടു പർച്ചേസ് ദിസ് ബ്രാൻഡ് ഓർ റെക്കമെൻഡ് എ സപ്ലിമെൻ്ററി ബ്രാൻഡ്. അപ്പോൾ നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, നമ്മളിപ്പോൾ നമ്മളെ ഫോണിൽ ഗൂഗിളിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതിന് എത്ര ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സൈഡിൽ എഴുതി കാണിക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിലും അതൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും, ഈ ഒരു ഇൻ്റലിജൻറ്റ് ഏജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. കാരണം നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തു, അതായത് ഇപ്പോൾ പെർട്ടിക്കുലർ ഷർട്ട് അല്ലെങ്കിൽ ഒരു ഷൂ, നമ്മൾ എന്താണ് ഒരു ആഡിഡാസിൻ്റെ ഒരു ഷൂവും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ കാര്യം അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് സൈഡിൽ വരുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബേസിലാണെന്ന് പറയുന്നു. Then product comparison. Artificial intelligence is also employed by e-commerce site show product comparison relevant to the search history of the user. അപ്പോൾ നമ്മൾ രണ്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്തായിരിക്കാം, അതിൻ്റെ കമ്പാരിസൺ നമുക്ക് കാണിച്ചു തരാൻ ആർക്ക് കഴിയുന്നുണ്ട്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കൊണ്ട് കഴിയുന്നു എന്ന് പറയുന്നു. നെക്സ്റ്റ് വരുന്നത് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് യൂസ്ഡ് ടു മാനേജ് ദി റൈറ്റ് ലെവൽ ഓഫ് ഇൻവെൻ്ററി ആൻഡ് ടു അവോയ്ഡ് ഐഡിൽ സ്റ്റോക്ക്. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തിനു സഹായിക്കുന്നുണ്ട്, നമ്മളെ ഒരു ഐഡിൽ സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് എപ്പോഴും എന്താ ഒരു കറക്റ്റ് ലെവൽ ഓഫ് റൈറ്റ് ലെവൽ ഓഫ് ഇൻവെൻ്ററി നമ്മുടെ ഓർഗനൈസേഷനിൽ കീപ്പ് ചെയ്യാനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ സഹായിക്കുന്നു എന്ന് പറയുന്നു. Then marketing solutions. Artificial intelligence is used in marketing for a wide variety of purposes. It is used for sending marketing emails, supply chain automation, personalized advertisements, etc.
അപ്പോൾ നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുക, നമ്മൾ മെയിൽ സെൻഡ് ചെയ്യാണ്, അതൊക്കെ ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്യുന്നൊരു കേസ്, അല്ലെങ്കിൽ പേഴ്സണലൈസ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ സപ്ലൈ ചെയിൻ ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആര് ചെയ്യുന്നു, നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ആര് ചെയ്യുന്നുണ്ട്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എന്താണ് ഇൻ്റലിജൻറ്റ് ഏജൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് എംപ്ലോയ്ഡ് ടു കളക്ട് ദി എക്സാക്ട് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ് ആൻഡ് ദെയർബൈ ഹെൽപ്പ് ദി വെൻഡർ ടു എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിൻ്റെ എക്സാക്റ്റ് നീഡും വാണ്ട്സും കാര്യങ്ങളൊക്കെ ആർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ആർക്ക്, ഈ സെല്ലർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കാം, കസ്റ്റമേഴ്സിന് നല്ല സാറ്റിസ്ഫാക്ഷൻ നൽകാൻ ആർക്ക് കഴിയും, ഈ ഒരു വെൻഡർക്ക് കഴിയുമെന്ന് പറയുന്നു. Then shopping experience. It is used to create customer-centric search facility and variety of shopping experiences in the e-commerce website and application. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് ഷോപ്പിംഗ് ഫെസിലിറ്റി, അതായത് ഇപ്പോൾ നമ്മളൊരു ഷോപ്പിംഗ് മോളിലോ അല്ലെങ്കിൽ എന്താ ഒരു പർച്ചേസ് ചെയ്യാൻ ഒരു ഷോപ്പിൽ പോയിട്ടുള്ള ഒരു ഫെസിലിറ്റി നമ്മൾക്ക് ആര് തരുന്നുണ്ട്, ഒരു ഇൻ്റർനെറ്റിലൂടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് തരുന്നുണ്ട്. കാരണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എന്താണ് ഇത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏജൻസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് എത്തിക്കൽ ആൻഡ് ലീഗൽ കൺസിഡറേഷൻ ഇൻ ബിസിനസ് അനലിറ്റിക്സ്. Do not violate copyright regulations. While using copyright data, the firm has to ensure that the copyright regulations are not violated. കോപ്പിറൈറ്റ് അല്ലെങ്കിൽ എന്തായിരിക്കാം, ഓപ്പൺ ഡാറ്റ ഉണ്ടായിരിക്കും. ഈ ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതിൻ്റെ വയലേഷൻ, അതായത് ഇപ്പോൾ കോപ്പിറൈറ്റുള്ള ഡാറ്റ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് നമ്മൾ മോഡിഫൈ ചെയ്യാനോ റീപബ്ലിഷ് ചെയ്യാനൊന്നും പാടില്ല. ഓപ്പൺ ഡാറ്റ ആണെങ്കിൽ നമുക്കിത് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്, കോപ്പിറൈറ്റ് ഉണ്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റയ്ക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. കംപ്ലൈ വിത്ത് ലീഗൽ റിക്വയർമെൻറ്റ്സ്. ദി പ്രോസസ് ഓഫ് business analytics must be designed in such a way as to comply with all laws and regulations such as IT Act. ഇപ്പോൾ നമ്മളെ ഓർഗനൈസേഷനിൽ എന്താണ്, നമ്മൾ ഡാറ്റ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഒരു ബിസിനസ് അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം, നമ്മൾ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. IT Act അങ്ങനത്തെ ഒരുപാട് ഓർഗനൈസേഷനിൽ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് റൂൾസും ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണോ നമ്മൾ അവിടുത്തെ ബിസിനസ് അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം കൺസിഡർ ചെയ്യണം. Then ethical code of conduct. An ethical code of conduct is to be framed for the organization and the same shall be communicated to all members. അപ്പോൾ നമ്മളൊരു എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്, നമ്മളൊരു സ്റ്റാൻഡേർഡ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിൽ ഒരുപാട് റൂൾസും റെഗുലേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഡാറ്റ ആണെങ്കിൽ ആ ഡാറ്റ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരുപാട് റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത് നല്ല രീതിയിൽ മേക്ക് ചെയ്യണം. കൂടാതെ ഇതെന്തായിരിക്കാം, ഓർഗനൈസേഷൻ എല്ലാ മെമ്പേഴ്സുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണമെന്ന് പറയുന്നു. Then ensure data privacy. Privacy of consumers' data is to be ensured and proper precautions should be taken to avoid the abuse of private data. അപ്പോൾ നമ്മൾ ഒരുപാട് ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് കസ്റ്റമേഴ്സിനെ കുറിച്ച്, അവരെ അഡ്രസ്സ്, അവരെ ഡേറ്റ് ഓഫ് ബർത്ത്, നെയിംസ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മളെ കയ്യിലുണ്ടായിരിക്കും. ഈ ഡാറ്റയും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളത് ആവശ്യമില്ലാതെ ഷെയർ ചെയ്യാനൊന്നും പാടില്ല എന്ന് പറയുന്നു. Private data obtained from a person with their consent cannot be shared with others. പറഞ്ഞാൽ എന്താ, ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യുക, നമ്മളത് ഒരാളിൽ നിന്ന് വാങ്ങിയ ഡാറ്റ മറ്റൊരാൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. Ensure data security. The company should implement appropriate measures to ensure the security of data used for analytics. ഇപ്പോൾ നമ്മൾ അനലിറ്റിക്സിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഡാറ്റ, ഒരുപാട് ഡാറ്റ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഡാറ്റയുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മളെ അടുത്താണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം നല്ല രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ ഡാറ്റ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. പല രീതിയിൽ നമ്മൾക്കിത് മിസ്സാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ട സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പുവരുത്തണം. The next is ensure accountability. Hold business professionals and analysts accountable for all actions.
എന്ത് ചെയ്യണം, ബിസിനസ് പ്രൊഫഷണൽസിന് അല്ലെങ്കിൽ അനലിസ്റ്റുകൾ എന്ത് ചെയ്യണം, നമ്മൾ അവർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനും അവരായിരിക്കണം അതിന് അക്കൗണ്ടബിൾ, അല്ലെങ്കിൽ അവരായിരിക്കണം അത് ഉത്തരവാദിത്തപ്പെട്ടവർ എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമ്മൾ അവരുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യണം. They must realize the power of data they are handling and the damage that it can do if it is received in the wrong hands. കൂടാതെ എന്തുകൂടി ചെയ്യണം, അവർ ഹാൻഡിൽ ചെയ്യുന്ന ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് മറ്റു ബിസിനസ്സുകളുടെ കയ്യിൽ അല്ലെങ്കിൽ എന്താ റോങ് ഹാൻഡ്സിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആർക്ക് മനസ്സിലാക്കി കൊടുക്കണം, ഈ ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അനലിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽസിന് എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണമെന്നാണ് പറയുന്നത്. ദെൻ കൾച്ചർ ആൻഡ് സോഷ്യൽ നോംസ്. The company should ensure that the business analytics is not violating the social and cultural norms. അപ്പോൾ എന്താണ്, നമ്മൾ ബിസിനസ് അനലിറ്റിക്സ് നടത്തുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ സോഷ്യൽ ആൻഡ് കൾച്ചറൽ നോംസ് വയലേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കരുത് നമ്മളെ ഈ ഡാറ്റ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.